ഞാൻ ജൂലി രാകേഷ്. അപ്പോൾ എന്താണ് പോസിറ്റീവ്? എങ്ങനെയാണ് പോസിറ്റീവായിരിക്കേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് പോസിറ്റീവായിരിക്കുന്നത്? അതായത് നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങൾ വരും. അതിൽ ഒന്ന് പറയാം, മോസ്റ്റ്ലി പെണ്ണുങ്ങൾക്ക് തന്നെയാണ് സംഭവിക്കുന്നുണ്ടാവുക. അതായത് നമ്മളെ തളർത്താൻ പല ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ തന്നെയുണ്ട്, എല്ലാവരും നല്ല. മോസ്റ്റ്ലി നമ്മുടെ വീക്ക്നെസ്, അത് പൊതുവെ എല്ലാ വീട്ടിലും ഉണ്ടാകും, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവിടെ. നമ്മുടെ വീക്ക്നെസ് അറിഞ്ഞിട്ട് നമ്മൾ അത് പറഞ്ഞ് ചൂഷണം ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് പറഞ്ഞ് കുത്തി കാണിച്ചിട്ടോ പലതും ആയിരിക്കാം, എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അത് പറഞ്ഞ് നമ്മളെ ചൂഷണം ചെയ്യുന്നവരുണ്ടാവും. ആ ഒരു വാക്ക് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തളർന്നു പോവും. നമ്മൾ ഭയങ്കര സന്തോഷം. അതിന് എന്തിനാണ് അങ്ങനെ പറയുന്നത്? വെറുതെ തമാശയ്ക്ക് പറയുന്നവരുണ്ട്, വെറുതെ കുത്തി നോവിക്കുന്നവരുണ്ട്. അതേപോലെ നമ്മുടെ വളർച്ച കണ്ടിട്ട് നമ്മളെ തളർത്തുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു അതായത് ഇനി ഇങ്ങനെ ആവോ എന്ന് വിചാരിച്ചിട്ട് തളർത്തുന്നവരുണ്ട്. ആ വാക്കിൽ നമ്മൾ തളർന്നു പോകും. നമ്മൾ അവിടെ ഇരിക്കും. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നു, ബിക്കോസ് അവരാഗ്രഹിച്ചത് അതാണ്. ആ ഒരു വാക്കുകൊണ്ട് ഞാനിത് പറഞ്ഞപ്പോൾ അവൾക്കത് ഏറ്റു, അവൾക്കത് കൊണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തളർന്ന് ഇങ്ങനെ ഇരിക്കും. ബോഡി ഷെയ്മിങ് ചെയ്യുന്നവരുണ്ട്, കുറ്റപ്പെടുത്തുന്നവരുണ്ട്, എന്നെ ആർക്കും അങ്ങനെ 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 പലതും. ഈവൻ എന്താ പറയുക, ഇൻലോസ് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഓഫീസിലായാലും അങ്ങനെ ചെയ്യുന്നവരുണ്ട്, കൊലീഗ്സ് ചെയ്യുന്നവരുണ്ട്. ആ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു ഇതൊക്കെ ഇട്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കും. പറയേണ്ടവരെന്തായാലും സന്തോഷിച്ചിട്ടുണ്ടാവും. അവിടെയാണ് പോസിറ്റീവായിട്ടിരിക്കാൻ നമ്മൾ പഠിക്കേണ്ടത്. അതായത് എനിക്കിതൊന്നും ബാധകമേ അല്ല. ഞാൻ പാട്ടുപാടി നമ്മുടെ കണ്ണിൽ മുന്നിൽ കാണുന്നത് നമ്മൾ ആസ്വദിച്ച് നമ്മൾ മൗനമായിട്ടിരിക്കും. ഇത് ചിലവരുണ്ട്, അത് കേട്ട് പ്രതികരിച്ച് അതിനെ സ്റ്റാറ്റസ് ഇട്ട് എടുത്തിട്ട് ഞാനിങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണ്, നിങ്ങളിങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്. അല്ലെങ്കിൽ വാക്കുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയും, കുറേ മെസ്സേജസ് അയക്കും. അങ്ങനെ കുറേ മൗനം പാലിക്കണം. നമ്മളെ തളർത്താൻ ഉപയോഗിച്ച ആ ഒരു അസ്ത്രം നമ്മൾ മിണ്ടാതെ എടുത്തിട്ട് നമ്മൾ വെക്കുക. അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ, മൗനം പാലിക്കുക. നമ്മുടെ മൗനം അവരെ ആലോചിക്കാൻ വെക്കണം. എന്താണ് ഇവളൊന്നും പ്രതികരിക്കാത്തത്? എന്ത് ചെയ്തിട്ട് ഇതൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ? അവിടെ അവർക്ക് തുടങ്ങും ടെൻഷൻ, നമുക്കല്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. ഇനി ഒരു കാര്യം ഇല്ലെങ്കിലും പാട്ടും കേട്ട് ആസ്വദിച്ച്